പോകുന്നവർ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ എടുക്കാൻ താല്പര്യമുള്ളവർ എൻടോർക്ക് എടുക്കുമ്പം നിങ്ങൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ലൊരു പണി കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സ്കൂട്ടർ സെഗ്മെൻറ്റിലെ തന്നെ ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. TVSൻ്റെ എൻടോർക്ക്. അപ്പോൾ എൻടോർക്കിൻ്റെ തന്നെ ഏറ്റവും ടോപ്പ് എഡിഷനാണ് XP എന്ന് പറഞ്ഞിട്ട്. പിന്നെയും കുറേ എഡിഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ വിശേഷവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ. വെൽക്കം ബാക്ക് ടു മല്ലു റാപ്റ്റർ. ഇറ്റ്സ് മീ രഞ്ജു ആൻഡ് സ്ട്രൈറ്റ് ടു ദ വീഡിയോ. You in my sight, I keep all the words you said to me. I get you on your knees. Rewrite all the things you said that I should be. I'll get you, now you beg me please. Hey, now I'll stay away, you and അപ്പോൾ ഇതാണ് നമ്മുടെ TVS Ntorq 125 കേട്ടോ. ഇതിപ്പോൾ XP എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് എൻഡ് എഡിഷനാണ് വരുന്നത്. ഇനി ഇതിൻ്റെ താഴോട്ട് 2-3 എഡിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാർവൽ സീരീസ്, മാർവൽ അവഞ്ചർ സീരീസ്, അതുപോലെ സ്പൈഡർമാൻ, അങ്ങനെ ഒരുപാട് എഡിഷൻസ് ഉണ്ട്. ഇപ്പോൾ നിലവിലുള്ളതിൽ ഒരു 1.25 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. അത്യാവശ്യം ലുക്ക് വൈസ് ആണേലും ബാക്കി ഫീച്ചേഴ്സ് വൈസ് ആണേലും അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് സെക്ഷനിൽ തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മാരക ലുക്കായിട്ട് ഇപ്പം നിലവിലുള്ളതിൽ ഏറ്റവും നല്ല ലുക്ക്, എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എൻടോർക്ക് തന്നെയാണ് പറയുന്നത്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു DRL തന്നെയാണ് ഭയങ്കര ലുക്കായിട്ട് നിൽക്കുന്നത്. ആ ഒരു ടോർക്കിൻ്റെ ആ ഒരു ഇത് കൊടുത്തിട്ടുള്ള DRLും അതിന് ചുറ്റുമായിട്ട് വരുന്ന ആ ഒരു 4 ചേമ്പേർഡ് ഹെഡ്ലൈറ്റും ഫുൾ LED ലാംപ്സാണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ആ BS4ൽ നിന്ന് BS6 വന്നപ്പോൾ ഈ DRL ഈ ഒരു പോർഷനിലാണ്, നമ്മളിപ്പോൾ കാണുന്ന പോലെ ആ ഒരു പോർഷനിലാണ് വന്നിട്ടുള്ളത്. BS4ൽ നമുക്ക് ഈ ഒരു പോർഷനിലായിരുന്നു DRL വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ XPയും ബാക്കി മോഡൽസും തമ്മിൽ പെട്ടെന്ന് സ്പോട്ട് ചെയ്യണമെങ്കിൽ ഈ അലോയ് നോക്കിയാൽ മതി. ഈ അലോയ് XPക്ക് റെഡ് ആയിരിക്കും വരുന്നത്, ബാക്കി എല്ലാത്തിനും ബ്ലാക്ക് ആയിരിക്കും വരുന്നത്. അതാണ് മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ XPക്ക് ഈ ഒരു കളർ ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആ ഒരു ഹെഡ് ലാമ്പിൽ നിന്ന് നമ്മൾ മാറി സൈഡിലോട്ടൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല കുറച്ച് ഗ്രാഫിക്സും അതുപോലെ ചെറിയൊരു കാർബൺ ഫൈബർ ആ ഒരു ട്രീറ്റ്മെൻറ്റ് തോന്നുന്ന രീതിയിലുള്ള കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാം. കാർബൺ ഫൈബർ അല്ല, പിന്നെ ആ ഒരു സൈഡിലത്തെ ഗ്രാഫിക്സ് ഒക്കെ കണ്ടോ, റേസ് XP 125 എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഒരു മഡ്ഗാണിൻ്റെയൊക്കെ സൈഡിലോട്ട് വരുന്ന സമയത്ത് 2 കളറിലായിട്ടാണ്, ഡ്യുവൽ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആ ഒരു എഡ്ജസ് ഒക്കെ ആണെങ്കിലും എല്ലാ എഡ്ജസും അത്യാവശ്യം ഷാർപ്പാക്കാൻ ഇവർ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. മെയിൻലി യൂത്തിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത്. നോർമലി നമ്മുടെ ആക്റ്റീവ അതുപോലുള്ള വണ്ടികൾ ഈ ഒരു മാർക്കറ്റ് ഭരിച്ചിരിക്കുന്ന സമയത്താണ് എൻടോർക്ക് ലോഞ്ച് ചെയ്യുന്നത് കേട്ടുള്ളത്. ബോയ്സിനെല്ലാം അത്യാവശ്യം ഇഷ്ടമുള്ളൊരു വണ്ടി തന്നെയാണ്. നമ്മളിപ്പോൾ റോഡിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരുപാട് നമുക്ക് എൻടോർക്ക് കാണാം അല്ലേ. അപ്പോൾ അതാണ് ആ ഒരു കാര്യം. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണേലും നല്ല നീറ്റായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ സ്മാർട്ട് കണക്റ്റ് എന്നുണ്ടോ, ഇത് ഞാൻ ഡയലിലോട്ട് വരുന്ന സമയത്ത് പറയാം. അതുപോലെ തന്നെ അതാണ് ഫ്രണ്ട് സെക്ഷനിലെ ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് അത്യാവശ്യം നല്ല ലുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്കിൻ്റെ കാര്യം പറഞ്ഞില്ല, ഈ അലോയ് പാറ്റേൺ ആണെങ്കിലും അത്യാവശ്യം നല്ല ലുക്കാണ് കാണാനായിട്ട്. അതുപോലെ ഡിസ്ക് ബ്രേക്സ് നമുക്ക് അവൈലബിൾ ആണ്. അവിടെ നമ്മൾ ഈ ഒരു സൈഡിലോട്ടൊക്കെ വരുന്ന സമയത്ത് TVS റേസിങ്ങിൻ്റെ ബാഡ്ജിങ്, അതുപോലെ ഈ സൈഡിൽ നമുക്ക് ആ ഒരു റേസ് XPയുടെ ബാഡ്ജിങ് കാണാം. ഈ സൈഡിലോട്ടൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ആ ഒരു വണ്ടി 2-3 കളർ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ കൂടി അത് നല്ല നീറ്റായിട്ടാണ് ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തന്നെ എൻടോർക്കിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. ഈ ഒരു പോർഷനൊക്കെ മാറ്റ് ഫിനിഷാണ് കേട്ടോ വരുന്നത്. കൂടുതലും ഗ്ലോസി ഫിനിഷ് കുറച്ച് പാർട്ടിലേ വരുന്നുള്ളൂ. ഈ ഒരു റെഡ് മാത്രമായിട്ട് വരുന്ന ഭാഗത്ത് മാത്രമേ ഗ്ലോസി ഫിനിഷ് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം മാറ്റ് ഫിനിഷാണ് വരുന്നത്. അതുപോലെ ഇതാണ് ഇതിൻ്റെ ആ ഒരു ബാക്ക് ടയറിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളും ഒക്കെ വരുന്നത്. നമുക്കിവിടെ സസ്പെൻഷനൊക്കെ കാണാം. സസ്പെൻഷൻ വരെ ആ ഒരു റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ ബാക്കിലോട്ട് വരികയാണെങ്കിൽ അത് ബാക്കിലെ ആ ഒരു ലുക്ക് കണ്ടോ, ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ DRL കണ്ട ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ആ ഒരു ട്രാൻസ്ഫോമർ ഹെഡ് പോലെ തോന്നുന്ന രീതിയിൽ ഇതിൻ്റെ ടെയിൽ ലാമ്പും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു എലമെൻറ്റ് കൊടുത്തിരിക്കുന്നത് എന്തായാലും നല്ല ലുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഉണ്ടോ, കുറച്ച് ചരിച്ചിട്ടൊക്കെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ബാക്ക് സെക്ഷനിലെ കാര്യം. പിന്നെ ഫ്യൂവൽ ഫില്ലിങ്
വെളിയിലാണ് വന്നിരിക്കുന്നത്. അതിപ്പോൾ എല്ലാ വണ്ടിയിലും പുറത്താണല്ലോ. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ റൈറ്റ് സൈഡിലും അത്യാവശ്യം നല്ല നീറ്റ് ഡിസൈനാണ്. ഇതിൻ്റെ എക്സോസ്റ്റ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അത്യാവശ്യം നല്ല ഫീലുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ് ഇതിൻ്റെ വരുന്നത്. അത് ഞാൻ എന്തായാലും ജസ്റ്റ് കേൾപ്പിക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് വരുന്നത്. ഇപ്പോൾ നോർമലി ഉള്ള സ്കൂട്ടേഴ്സിൽ നോക്കുകയാണെങ്കിൽ നല്ല ഫീലുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ് കേട്ടോ ഇതിൻ്റെ. നമുക്ക് ദൂരെ നിന്നാണേലും ഈ ഒരു വണ്ടിയാണ് വരുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു പോർഷനൊക്കെ കണ്ടോ, ഈ ഒരു മോട്ടറിൻ്റെ പോർഷനൊക്കെ റെഡ് കൊടുത്തിട്ട് അത് കറങ്ങുമ്പം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു കാര്യം. അതുപോലെ അവിടുന്ന് നമ്മൾ ടോപ്പിലോട്ട് വരികയാണെങ്കിൽ അതെ ഗ്രാബ് റെയിലൊക്കെ ഉണ്ടോ, അത്യാവശ്യം ബൈക്കിനെ ഒരു ബൈക്കിൻ്റെ ആ ഒരു ഫീലിലാണ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഗ്രാബ് റെയിലൊക്കെ ആണെങ്കിലും ഇവിടെ നമുക്കൊരു ഗ്രാബ് റെയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലോട്ടൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ടോ, ഇത് നമ്മൾ എക്സ്ട്രാ 300 സംതിങ് കൊടുത്തിട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ബൂട്ടിലിവിടെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് കാണാം. അതുപോലെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഒരു ഹെൽമെറ്റ് ഫുൾ ഫേസ് ഹെൽമെറ്റ് എല്ലാം ഇരിക്കത്തില്ല, ഹാഫ് ഫേസ് നല്ല രീതിക്ക് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളിലൂടെ വെക്കാനുള്ള അത്യാവശ്യം അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ലൈറ്റ് ഉണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ OBD എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൻ്റെയും ലോറിയുടെയും ഒക്കെ റിവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ് OBD എന്താണ്. ഇപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈ OBDയിൽ നമ്മൾ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബ്ലറ്റോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു ഫോൾട്ട് എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് ഈ OBD കൊണ്ടുള്ള ഗുണം. അപ്പോൾ അതാണ്. അവിടുന്ന് നമ്മൾ മീറ്ററിൻ്റെ സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു മീറ്റർ വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല എല്ലാ കാര്യങ്ങളുള്ള മീറ്ററാണ് ഇതിൻ്റെ വരുന്നത്. കൊച്ചു മീറ്ററാണ്, എന്നാലും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. അതിന് മുന്നേ സ്വിച്ചസും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. ഇവിടെ നമുക്ക് എക്സ്ട്രാ പറയാനായിട്ട് ഒന്നുമില്ല, പക്ഷേ പാസ് സ്വിച്ച് വരുന്നുണ്ട്. നോർമലി എല്ലാ സ്കൂട്ടറിനും പാസ് വരുന്നില്ല. ഈ ഹൈ ബീം ലോ ബീമിൽ തന്നെ നമുക്ക് പാസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് ഹസാർഡും വരുന്നുണ്ട്. പിന്നെ ഈ ഇഗ്നീഷനിൽ തന്നെ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മീറ്ററിലോട്ട് വരികയാണെങ്കിൽ ഇതിനകത്ത് 2 ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്, ഓഡോമീറ്റർ വരുന്നുണ്ട്, ഫ്യൂൽ ഗേജ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, പിന്നെ RPM മീറ്റർ വരുന്നുണ്ട്, പിന്നെ 0 to 60 എത്രലാണ് കയറിയേക്കുന്നതെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ടൈം വരുന്നുണ്ട്. പിന്നെ ഈ എക്കോ ഇവിടെ ഈ ഒരു യെല്ലോ ലൈറ്റ് ഉണ്ടോ, ഇതിപ്പോൾ വണ്ടി ഓഫായിരിക്കുന്നതുകൊണ്ടാണ്, സ്റ്റാർട്ട് അല്ലാത്തതുകൊണ്ടാണ് ഈ യെല്ലോ കാണുന്നത്. നോർമലി ഒരു 40-45 ആണെന്ന് തോന്നുന്നു. അതിന് താഴെ പോകുമ്പോൾ ഗ്രീൻ ആയിരിക്കും ഇവിടെ കത്തുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ പവർ എടുക്കുകയാണെങ്കിൽ ഈ യെല്ലോ കത്തും വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം. എൻടോർക്ക് എടുക്കുമ്പം നിങ്ങൾ ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ലൊരു പണി കിട്ടും. കാര്യം ഈ ഒരു ലൈറ്റ് കണ്ടോ, ഇത് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇത് ഓഫാവേണ്ടതാണ്. ഇത് ഓഫായാൽ മാത്രമേ നമുക്ക് മോഡ് മാറ്റാൻ പറ്റത്തുള്ളൂ. ഈ വണ്ടിക്ക് 2 മോഡാണ് വരുന്നത്, സ്ട്രീറ്റ് അതുപോലെ റേസ് എന്ന് പറഞ്ഞിട്ട് 2 മോഡാണ് വരുന്നത്. 2 മോഡിലും പവർ വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ സ്ട്രീറ്റിൽ 9.5 PS ആണെങ്കിൽ നമുക്ക് റേസ് മോഡ് വരുമ്പോൾ എബൌട്ട് 10 PS പവർ നമുക്ക് ഫീൽ ചെയ്യും. അത് നമുക്ക് കൈ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ആ ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇത് ഓണായി കിടന്നാൽ. നമ്മൾ ഷോറൂമിൽ പോയി വണ്ടി എടുത്തു, ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, കാര്യം നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇതിപ്പോൾ വണ്ടി ഓണാക്കുമ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം. അത് ഓഫാവും. അത് ഓഫായി കണ്ടോ, അത് ഓഫായി. അപ്പോൾ വണ്ടി ഓഫായി കഴിയുമ്പം പിന്നെ അത് ഓണാവും. പിന്നെ അത് ഓണാവും. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തു, അതായത് ഈവനിങ് ആയിരുന്നു വണ്ടി എടുത്തത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നോക്കിയപ്പോൾ റേസ് മോഡ് മാറുന്നില്ല. എന്താണ് മോഡ് മാറാത്തതെന്ന് അറിഞ്ഞ് നമ്മുടെ വേറൊരു ഫ്രണ്ട് എൻടോർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് സംസാരിക്കുന്നത്. തുറന്നു പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇതിനെപ്പറ്റി കേട്ടോ. അപ്പോൾ ഇത് മാറിയില്ലെങ്കിൽ മോഡ് മാറത്തില്ല എന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ നേരെ പോയി ഷോറൂമിൽ കാണിച്ചു, രാവിലെ പോയി ഷോറൂമിൽ കാണിച്ചു. അവർ OBD വെച്ച് ചെക്ക് ചെയ്തു, ഇത് ക്ലിയർ ആക്കി തന്നു. പിന്നെ ഒരു 2 കിലോമീറ്റർ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം വീണ്ടും ഇത് കത്തി, പിന്നെയും മോഡ് ചേഞ്ച് ആയി. അങ്ങനെ ഞങ്ങളൊരു 3 വട്ടം ഷോറൂം തിരിച്ച് ഞങ്ങൾ വരുന്ന ഒരു 2 കിലോമീറ്റർ, കറക്റ്റ് 2 കിലോമീറ്റർ ആകുമ്പോഴാണ് കേട്ടോ ആവുന്നത്.
അങ്ങനെ നോക്കിക്കഴിഞ്ഞു. പിന്നെ ആ ഒരു സെൻസർ ഫുൾ അവർ റീപ്ലേസ് ചെയ്ത് തരുമായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഫോൾട്ട് മാറിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും വണ്ടി എടുക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു കാര്യം. പിന്നെ മോഡ് മാറുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ സ്ട്രീറ്റ് മോഡിലാണ് കിടക്കുന്നത്. നമ്മൾ ഈ ഒരു ബട്ടണിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റേസ് മോഡാവും കണ്ടോ. ഇപ്പോൾ സ്ട്രീറ്റാണ് കിടക്കുന്നത്, റേസിലോട്ട് മാറും. അതാണ് ആ ഒരു മോഡിൻ്റെ വ്യത്യാസം. നമ്മളത് വണ്ടി ഓടിച്ച് കഴിയുമ്പോഴേ നമുക്കത് ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതായിരുന്നു നമുക്ക് പറ്റിയ ആ ഒരു കാര്യം. അതുപോലെ തന്നെ ഇവിടെ എൻടോർക്കിൻ്റെ ബാഡ്ജിങ്, പിന്നെ റേസ് എക്സ്പിയുടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് കണക്റ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമുക്ക് TVSൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്മാർട്ട് കണക്റ്റ് വഴി ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതെ ഓണറിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഓണറിൻ്റെ പേര് വരുന്നു, ഹലോ അഖിലം കണ്ടോ, ആ പേര് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ആ ഒരു ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TVSൻ്റെ ആപ്പ്. ഈ ആപ്പുമായിട്ടാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്. അതാണ് സ്മാർട്ട് കണക്റ്റ് എന്ന് ഇവർ പറയുന്നത് കണ്ടോ. പ്രൊഫൈലൊക്കെ ഈ ഒരു ഇതിലാണ് വരുന്നത്. നമുക്ക് വണ്ടിയുടെ ഫുൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അറിയാൻ പറ്റും. നമ്മൾ പോയിട്ടുള്ള ടോപ്പ് സ്പീഡും ബാക്കി സർവീസ് ഡീറ്റെയിൽസ് ആണെങ്കിലും ഫുൾ ഒരു ഓവർവ്യൂ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അതാണ് ആ ഒരു കാര്യം വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഫുള്ള് കാര്യം. അതുപോലെ തന്നെ ഹസാർഡ് ലാമ്പ് ഉണ്ടോ, ഹസാർഡ് ഇതിനകത്ത് വരുന്നുണ്ട്. വോയിസ് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷനും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ഓവറോൾ കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെ ലാസ്റ്റ് ഉണ്ടോ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു എൻടോർക്ക് എക്സ്പിയുടെ വീഡിയോ. അപ്പോൾ ഈ വണ്ടി എടുക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ ഒരു സ്കൂട്ടർ എടുക്കാൻ താല്പര്യമുള്ളവർ ഒരു 1-2 ഷോറൂമിലൊക്കെ ജസ്റ്റ് TVSൻ്റെ തന്നെ ആണെങ്കിലും 1-2 ഷോറൂമിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. കാര്യം ഞങ്ങൾ വണ്ടി എടുത്തപ്പോൾ ഞങ്ങൾ 2 ഷോറൂമിൽ പോയി. ആദ്യത്തെ ഷോറൂമിൽ 1.12 റേറ്റ് പറഞ്ഞത്, ഇവിടെ ആലപ്പുഴയിലാണ് കേട്ടോ. 1.12 റേറ്റ് പറഞ്ഞത്. രണ്ടാമത് ഞങ്ങൾ വേറൊരു ഷോറൂമിൽ പോയപ്പോൾ 1.10 പറഞ്ഞു, അവിടുന്ന് വണ്ടി എടുക്കുമായിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും അങ്ങനെ റേറ്റ് കൂടെ ജസ്റ്റ് 1-2-3 ഷോറൂമിലൊക്കെ പോയൊന്ന് റേറ്റ് കൂടെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. അപ്പോൾ അതായിരുന്നു ഈ ഒരു വണ്ടിയുടെ കാര്യം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇനി ഒരു കിടിലം വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.